ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണ്, നിയമജ്ഞരും പ്രധാന പുരോഹിതരും ഈ ഉപമ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ തങ്ങൾക്കെതിരായിട്ടാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കി അവന് കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുകയാണ്. അവര് ആ ശ്രമം നടന്നില്ല, പക്ഷെ എന്നാലും സുവിശേഷം പറയുകയാണ് അവര് കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്താണ് ഇവിടെ ചെയ്തത്? നിയമജ്ഞരും പ്രധാന പുരോഹിതനും ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഈശോ തങ്ങൾക്കെതിരെ ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഈശോയുടെ വചനത്തില് തങ്ങൾക്കെതിരെ ഒരു കാര്യം പറയപ്പെടുന്നു. അപ്പൊ അവര് ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇവനെ അങ്ങ് ഇല്ലാതാക്കാം, അല്ലെ? തങ്ങൾക്കെതിരെ വരുന്ന ഈ ശബ്ദത്തെ ഇല്ലാതാക്കിയാൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്നവർ കരുതുകയാണ്. നമുക്കറിയാം, സ്നാപയോഹന്നാന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഹെറോദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ നിമിത്തം ഹെറോദോസിന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്മൊറാലിറ്റി ഉണ്ടെന്ന് ഈ സ്നാപയോഹന്നാൻ സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താണ് ചിന്തിച്ചത്? ഹെറോദിയ അടക്കമുള്ള ആളുകൾ ചിന്തിച്ചത്, എങ്ങനെയും സ്നാപയോഹന്നാൻ ഇല്ലാതാക്കിയാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം എന്നവർ കരുതി. എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തില് നിയമജ്ഞരും പ്രധാന പുരോഹിതനും ചിന്തിക്കുകയാണ്, ഈശോ ഇപ്പൊ ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നു, ഞങ്ങൾക്കെതിരായിട്ട് ഉപമകൾ പറഞ്ഞിട്ട് ജനങ്ങളെ ഇളക്കി വിടുന്നു. അപ്പൊ ഈശോയെ തന്നെ ഇല്ലാതാക്കിയാൽ ഭയങ്കര എളുപ്പമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിച്ചു തന്നു, ആ തെറ്റിനെ തിരുത്താനായിട്ടല്ല അവർ ശ്രമിക്കുന്നത്, മറിച്ച് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരാളെ ഇല്ലാതാക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷഭാവമായി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതായത് എന്റെ ജീവിതത്തിലെ ഒരു തെറ്റ്, ഒരു കുറവ് വേറൊരാൾ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അയാൾ അവഗണിക്കാനാണോ ഞാൻ നോക്കുന്നത്? അയാളുമായിട്ട് പിന്നീട് മിണ്ടാതിരിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്? അതോ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി അതിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്? ഇന്നത്തെ വചനഭാഗമായി ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.